ഇങ്ങനെയാണ് വെട്ടുന്നത്. നല്ല പയറ് പൊരിയുന്നൊരു വെട്ടേണ്ട പ്രായമല്ലേ? ഇത്രയും വയസ്സായെങ്കിലും എന്റെ വെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ അല്ല തിരുവാറ കളിക്കുന്നല്ലേ? അങ്ങനൊന്നും അല്ല വാർത്തായിട്ട് കേട്ടോ. അയ്യോ, ദേവദാസി ദേവന്റെ ദാസിയില്ലേ? നമ്മൾ ഒരു ദേവന്റെയും ദാസികളാകാൻ പാടില്ല. അയ്യോ, ഈശ്വരനാണെങ്കിലും പുരുഷനല്ലേ? ആണുങ്ങളായിട്ടുള്ള ഒരു ദൈവങ്ങളും നമുക്ക് വേണ്ട. ഈ കോട്ടക്കകത്ത് എന്ന് ആണുങ്ങളായിട്ടുള്ള എല്ലാ ദൈവങ്ങളുടെയും തല അരിഞ്ഞിട്ട് വരാം. നീ ഇവിടെ പോ. അവിടെ ശരിക്കും അവളെ അരിയുന്നുണ്ടോ? ദൈവമായാലും മനുഷ്യനായാലും പുരുഷനാണോ അവൻ സ്ത്രീയെ വഞ്ചിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണനെ അർജുനെ അല്ലിറാണിയുടെ അന്തപുരത്തിൽ എത്തിച്ചതും കഥയിലല്ലേ? അതുകൊണ്ട് ഇന്ന് മുതൽ നിന്റെ ദേവദാസി എന്നുള്ള പേര് മാറ്റിട്ടേ എത്തിട്ട് ഞാൻ നിന്നെ എന്റെ ദാസി നോക്കാം. വേഗം വരുന്നു. കോഴികളുടെ കണ്ണിൽ പെടാതെ എന്റെ രഹസ്യം അറിയിലെത്താം. അയ്യോ, ആന മണി മുഴക്കുന്നു. അതെ അതെ, ആരാത്? കാവൽക്കാരികൾ ഉറങ്ങിയോ എന്ന് നോക്കാൻ വന്നതാണ്. പൊന്നുമേ, ശത്രുക്കളെ കണ്ടിട്ടാണല്ലോ ആന അടയാളം കുറിച്ചത്. അതെ, ശത്രുക്കൾ. അവിടെ പോയി നോക്കി വരൂ. ആരും കിടന്ന് കറങ്ങണ്ട, താണ്ട നിൽക്കുന്നു മുടിത്താഴക്കള്ളൻ. ഞാനും എന്റെ മോളും കൂടെ ഒരു പുതിയ കാവല് നോക്കിയതാ. ശരി, വരൂ. എന്നോടും ആരെയും അറിയിക്കാത്ത എന്റെ രഹസ്യത എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ ഇത്ര മഠേനായിപ്പോയല്ലോ. ഈ മണിമന്ദിരത്തിലെ മഹാറാണിയെ മറന്ന് ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞല്ലോ. പൊന്നിയമ്മേ, എന്താ ഇത്? തണുത്തു തളർന്ന താമരത്തണ്ട് പോലെ ആയിപ്പോയല്ലോ കയ്യെ. അതെ, ഭയം. എന്തിന്? എല്ലാ പെണ്ണുങ്ങളും അവന്റെ പുരുഷനെ വെറുത്ത് കഴിയുമ്പോൾ ഞാൻ മാത്രം. പൊന്നിയമ്മേ, എന്നാൽ ഞാൻ വീണ്ടും തടവറയിലേക്ക് പോയിക്കൊള്ളാം. അയ്യോ വേണ്ട, എല്ലാവർക്കും അവന്റെ പുരുഷനെ കാണാനുള്ള അനുവാദം ഞാൻ കൊടുക്കാം. പൊന്നിയമ്മയെ വിട്ടിട്ട് പുത്തൂരം വീട്ടിലേക്ക് പോകാനും വയ്യ, പോകാതിരിക്കാനും വയ്യ. നേരാ, ഇവിടെ കരിമ്പും അവിടെ കൽക്കണ്ടുമാണല്ലോ. ചേട്ടാ, കുതിര കോട്ടയ്ക്ക് വെളിയിൽ എത്തിക്കഴിഞ്ഞു. തങ്കക്കുടം, നമുക്ക് ഉടനെ പോകാം. എടാ അമ്പു, ഇതാ രഹസ്യരുടെ താക്കോൽ. നിനക്ക് എന്തെങ്കിലും അപകടം വരുമെന്ന് ഭയം തോന്നിയാൽ അത് തുറന്ന് അകത്ത് കയറി കിടന്നു. ഇതാ, ധൈര്യത്തിന് കത്തിയും വെച്ചോളൂ. തങ്കക്കുടം, നമുക്ക് ഉടനെ പോകാം. അമ്പു, ഞങ്ങൾ പുത്തൂരം വീട്ടിൽ പോയിട്ട് ഉടനെ വന്നേക്കാം. നീ ഇന്ന് രാത്രി തന്നെ ആ കോട്ടയെ കാവലിരിക്കുന്ന ഒരു ആനയില്ലേ, ആ ആനയുടെ കയ്യില് ഒരു മണിയില്ലേ, ആ മണിക്കകത്തൊരു കിടുകാമണിയില്ലേ, അതിന്റെ നാക്ക് പിടിച്ച് ദൂരെ അറിയാം. എന്നിട്ട് വേറെ ആനയെ ആട്ടിക്കൊണ്ട് നിൽക്കുന്നില്ലേ ഒരു വിളക്ക്, ആ വിളക്ക് പിടിച്ചാൽ ചൂടിക്കിടക്കണം.
എന്ത്? കോട്ടയിൽ ശത്രുക്കൾ കടന്നു. ഇതാ നോക്കി, മണിയുടെ നാം ആരോ എടുത്തിരിക്കുന്നു. വരൂ. ഞാൻ തുളുനാട്ടിൽ നിന്നും വരുന്ന വഴി എന്നെ പോലെ ഒരാളെ കണ്ടു. നിന്നെപ്പോലെയോ? അതെ അമ്മേ, ഒരു വ്യത്യാസമില്ല, എന്നെ പോലെ തന്നെ. അയാൾക്ക് ഇവിടെ ഒരു മറവുള്ളത് ഒഴിച്ചാൽ പിന്നെ ഒരു വ്യത്യാസമില്ല. എന്തൊരു അതിശയം അമ്മേ. എന്താ അമ്മ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നിന്റെ മുറപ്പെണ്ണ് കുഞ്ഞുദേവി അപ്പുറത്തുണ്ട്. കുഞ്ഞേ, കണ്ണപ്പുള്ളി തമ്പുരാൻ എത്തിക്കഴിഞ്ഞു. എവിടെ? അവിടെ അമ്മയോടൊപ്പം ഇരുന്ന് എന്തൊക്കെയോ ചൊല്ലുന്നു. കുഞ്ഞു മുതിർന്ന പിന്നെ തമ്പുരാനെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഉമ്മണി. ആദ്യമായി കാണുമ്പോൾ എന്തു പറയണം? ആഹാ, ഒന്നും പറയരുത്. ഇങ്ങനെ തലകുനിഞ്ഞ് കരളിനകത്ത് തറയ്ക്കുന്ന ഒരു നോട്ടം രണ്ടുപേർക്കും കുളിര് പോരണം. തങ്കക്കുടം, എങ്ങനെയാ ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടുക? ഇവിടെ കല്യാണത്തിനുള്ള തയ്യാറെടുക്കലും കുടമുറിയും ആകെക്കൂടി ഒരു ബഹളം തന്നെ. അവിടെ പെടുമൽക്കോട്ടയിൽ ആയിക്കൊള്ളട്ടെ, അവിടെയും പതിവും പതിയറയും കൊണ്ടാണ്. കുഞ്ഞു പഠിപ്പുരയിൽ നിന്ന് കണ്ണു പറിക്കാതെ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, പഠിപ്പുരയിൽ മുറപ്പെണ്ണ് കാത്തു നിൽക്കും, കൂടെ എന്റെ ഉണ്ണി ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒന്ന് ചോദിച്ചോ? എനിക്ക് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? കൊണ്ടുവന്ന് ഇതുവരെ കൊടുത്തില്ലേ? ഗോരോചന, കസ്തൂരി, കന്മദം, മാതളപ്പഴ. വെറുതെ ഓരോന്ന് പറഞ്ഞ് അവൾ ആദ്യം പിടിപ്പിക്കല്ലേ. കുഞ്ഞിദേവി, നിനക്ക് അവളെ തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണപ്പനുണ്ണി, നിനക്ക് കുട ഒരു നിശ്ചയിച്ചു. ഇന്നേക്ക് 15-ാം ദിവസം. ഇന്നലെ ജീവിത സാഫല്യം അടഞ്ഞ ദിവസമായിരുന്നു. നേരം വെളുക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച ദിവസമായിരുന്നു. ഓം ഗുരുവേ നമഃ. വേഗം വരും, തോഴികൾ വരും മുമ്പേ വേഗം വരും. എവിടെ? എന്തിന്? പൊന്നിയമ്മ ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ടതാണോ? ഓം ഗുരുവേ. കളി പറഞ്ഞു നിൽക്കാൻ സമയമില്ല, വരും. ഇന്നലെ നമ്മൾ ഭയന്ന മനസ്സുമായിട്ടാണ് ഒരുമിച്ചുറങ്ങിയത്. ഇന്ന് നമുക്ക് സുഖമായിട്ടുറങ്ങണം. എന്താ? ഞാൻ ഇന്നലെ കൂടെ അന്തി ഉറങ്ങിയെന്നു. എവിടെ? എപ്പോ? ഞാൻ ഈ അറിയൊന്നും ഇന്നും പോയിട്ടില്ല. എന്ത്? നിങ്ങൾ സത്യമാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്റെ കൂടെ അന്തി ഉറങ്ങിയില്ലേ? ഇല്ല. നിങ്ങൾ ദക്ഷിണ തരാൻ എന്റെ അറിയിലെത്തിയില്ലേ? ഇല്ല ഇല്ല. പൊന്നമ്മേ, ചതി, കൊടുംചതി. ഒരമ്മയും 2 മക്കളുമെന്ന് ഭാവിച്ച് ഇവിടെ വന്നവർ പുരുഷന്മാരായിരുന്നു. എന്ത്? ഇതാ നോക്ക്, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കത്തി. പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണി വക. പൊന്നമ്മേ, എന്താണ് കാര്യം? പറയൂ. ഒന്നും പറയണ്ട. എന്നെ വെട്ടിക്കൊല്ലും, എന്നെ വെട്ടിക്കൊല്ലും. സത്യം പറയുന്നു. നിങ്ങൾ ആരാണ്? പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചൊല്ലിന്. എനിക്കൊന്നും അറിയില്ല. എനിക്കുള്ളതെല്ലാം എന്റെ ഗുരുവാണ്. കുട്ടിയമ്മയെ, ഈ പെൺമണി കോട്ടയിൽ ആണിന്റെ മായവും മന്ത്രവും ചതിയും കൊടികുത്തിക്കഴിഞ്ഞു. ഈ കോട്ടയിൽ കിടന്ന ആ മായക്കാരനെ തേടി പിടിച്ച് പകരം വീട്ടാതെ ഈ പൊന്നിയമ്മ അടങ്ങില്ല. കുട്ടിയമ്മേ, ഇതിനൊക്കെ കാരണക്കാരനായ ഈ ദ്രോഹി ആയിട്ട് കൂട്ടി.
എന്നെ ഒന്ന് സഹായിക്കണം. അതെന്താ? എന്നെ വിശ്വാസമല്ലേ? ഇല്ല തമ്പ്ര ഇല്ല. അയ്യോ, എന്നെ തമ്പ്രാണെന്ന് വിളിക്കരുത്, എനിക്ക് നൊമ്പരമാ. കൊള്ളാം. കണ്ണപ്പനുണ്ണി തമ്പ്രാന്റെ ഉത്തരത്തോഴൻ തങ്കക്കുടം എവിടെ കിടക്കുന്നു? ഈ ഉമ്മ എവിടെ കിടക്കുന്നു? നീ എവിടാ കിടക്കുന്നേ? നിങ്ങളെല്ലാം വലിയവരാ. എനിക്ക് എന്തെങ്കിലും വന്നുപോയാ ഒരപ്പരയെ കിടക്കാനും കുഞ്ഞിനെ പാള കൊടുക്കാനും എന്നെ കൊണ്ട് വയ്യ. അപ്പോ കുടമുറി കഴിയാതെ ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? കുടമുറി കഴിഞ്ഞാലും നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരത്തില്ല. അയ്യോ, അതെന്താ? എനിക്ക് അത് പേടിയാ. ആരോ വരുന്നു. എവിടുന്ന് വരുന്നു? പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണിയെ കാണാനെത്തി. പേര് ചന്തു. കണ്ണപ്പനുണ്ണി മടിഞ്ഞു വെച്ചാണ് പേരിട്ടിരിക്കുന്നത്. കണ്ണപ്പനുണ്ണി ചേകമെന്ന് പറയുന്നത്. ക്ഷമിക്കേ, കടത്തനാട്ടിൽ കൊടികുത്തി വാഴുന്ന മാമംഗലം പൊന്നി എന്ന പെണ്ണിനോടും ദുർഗാദാസ് എന്ന മർവനോടും അംഗം കുറിക്കാൻ കണ്ണപ്പനുണ്ണി ചിലവരെ ക്ഷണിക്കാനെത്തിയതാണ്. മാമംഗലം പൊന്നി, ദുർഗാദാസൻ. ഇവിടെ ഇരിക്കുന്നു. തമ്പ്രാട്ടന്മാരെ, തമ്പ്രാട്ടികളെ, ഇവിടെ ആരും ഇല്ലേ? തല തുറങ്ങുന്നേ, ഇവിടെ ആരും ഇല്ലേ? വയറ് വിശക്കുന്നേ. ഇനി വരീ. അറിഞ്ഞോ വിശേഷം? ചന്തു എന്ന് പേരുള്ള ഒരു വീരനെത്തിയിരിക്കുന്നു. ചന്തു എന്തിന്? ദുർഗാദാസിനോടും പൊന്നിയമ്മയോടും അംഗം വെട്ടാൻ കണ്ണപ്പനുണ്ണിയെ തേടി. പൊന്നിയോ? ഞാനോ? ഇതിനെന്തോ ആപത്തുണ്ട്. എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യും, അവരെ ആ അറയിലേക്ക് മാറ്റും. ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ചെയ്യും. ഞങ്ങള് കാട്ടുപുറവന്മാരാ. ഊരു ചുറ്റി നടന്ന് മോഹലക്ഷ്മൻ നോക്കി പറയുന്ന പാവങ്ങളാണേ. ഞാൻ ഈ കുടിൽ വന്ന കാര്യം നടക്കുമെന്ന് പറ. ചൊല്ലട്ടെ തമ്പുരാ. മനസ്സിനകത്തൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ഉണ്ട്. ചന്തു, ഇവനാട് കൊള്ളാമല്ലോ. അവളെ കിട്ടാനെ കൊണ്ട് ഒരു അംഗം കുറിക്കാനല്ലേ തമ്പുരാൻ ഇവിടെ എത്തിയത്? ആ അംഗച്ചേവരെ കിട്ടുമോ കുറവാ? കിട്ടും. തല പോയത് തന്നെ. കണ്ണപ്പനുണ്ണി ചേകവർ കടലിൽ തൊഴാനിരുന്നു പോയി. വരും, നമുക്ക് അറയിലേക്ക് ഇരിക്കാം. ഉമ്മണി, ഈ കുറവിന് വല്ലതും കൊടുക്കൂ. ഇട കുറവാ. ഈ കൊച്ചമ്മയ്ക്ക് കൊടവ കൊട എന്ന് നടക്കുന്നു ചൊല്ലി. കൊടവ കൊട ഒട്ടന്നെ തന്നെ നടക്കും. നല്ല ഐശ്വര്യമുള്ള മുഖലക്ഷണാണേ. ഓ, വരാം. നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. മുഖം നോക്കി ഫലം പറയട്ടെ തമ്പുരാ. ഓഹോ, നോക്കി കുറവാ. കരി കുറവാ. കണ്ണപ്പനുണ്ണി തമ്പുരാന്റെ ഫലം നീ പറഞ്ഞതോളം മതി. ഇതിനേക്കാൾ പ്രസിദ്ധ ജ്യോത്സ്യന്മാര് പണ്ട് ഫലം പറഞ്ഞതിന്റെ സുഖവും ദുഃഖവും ഇപ്പൊ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നീ പോ. അയ്യോ തമ്പുരാക്കന്മാരെ, കാടും മലയും കടന്നു വേണം കുടിയിലെത്താൻ. നേരം ഇരുട്ടിപ്പോയി. ഞങ്ങള് ആ പൈത്തൊയ്ത്തിനൊന്ന് കിടന്നോട്ടെ. ശരി, അവിടെ എവിടെയെങ്കിലും പോയി കിടന്നോളൂ. ഇത് കണ്ണപ്പനുണ്ണിയാണോ? ഇത് ദുർഗാദാസനല്ലേ? ശരിയാണ് ചന്തു, അതേ മുഖം, അതേ ലക്ഷണം. ഇതിലെന്തോ ചതിയുണ്ട്. കണ്ണപ്പനുണ്ണിയും ദുർഗാദാസും ഒരാൾ തന്നെ. മാളോരം മയക്കാനുള്ള കപട വിദ്യ. ചതിയല്ല. ഇന്ന് രാത്രി നമുക്ക് എങ്ങനെങ്കിലും ഈ കുടിയിൽ അന്തി ഉറക്കാം. നേരും നെറിയേടും അറിഞ്ഞിട്ട് അവന്റെ തല കൊയ്തെടുക്കണം. പിന്നീട് നേരെ പെൺമണിക്കോട്ടയ്ക്ക് പട നയിക്കണം. ചതിക്ക് ചതി. കുട്ടിയമ്മേ, നമ്മുടെ എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നു. അതെ, ഈ സമയം പാഴാക്കരുത്. ഈ കരിമൂർഖന്റെ വിഷം കേറി ആൺതരികളെല്ലാം പിടഞ്ഞു പിടഞ്ഞു മരിക്കണം.
പെൺമണി കോട്ട പിടിക്കാൻ തുണയ്ക്ക് വന്നിരിക്കുന്നു ചതിയൻ ചന്തു. അതിന് തുണയ്ക്ക് പോകാൻ നിൽക്കുന്ന കണ്ണപ്പനും എന്റെ ആജന്മ ശത്രു. എന്താ ഈ രാത്രിയിൽ കുഞ്ഞിദേവി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഏട്ടാ. അമ്മ പറഞ്ഞു കേട്ട അഴകിനേക്കാൾ 7 അഴകും കൂടി ഉണ്ട് എന്റെ ഏട്ടന്. ഒന്ന് സംസാരിക്കാൻ വേണ്ടി എത്ര നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു. പുടവ കൊടുക്കുന്നതിന് മുമ്പ് അന്യപുരുഷന്റെ അറയിലെത്തുന്നത് നല്ലതാണ്. പുടവ വാങ്ങിയില്ലെങ്കിലും എന്റെ എല്ലാമായി ഏട്ടനല്ലേ. കുഞ്ഞൻദേവി, എന്നോട് പൊറുക്കി. കുഞ്ഞുനാളില് നിനക്ക് പുടവ തരാമെന്ന് ഏറ്റിരുന്നവനാണ് ഞാൻ. പക്ഷേങ്കില് വിധി എങ്ങനെയായി പോയി. പെൺമണിക്കോട്ടയിൽ പൊന്നിയമ്മ എന്നൊരു പെണ്ണിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവളുമായി കളിയായിട്ടും നടത്തി. പിന്നെ അത് കാര്യമായി കഥയായി. ഞാൻ അവൾക്ക് മനസ്സാ പുടവ കൊടുത്തു. നീ കരയരുത്. നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇത്രയും നാൾ എന്തിനെന്നെ മോഹിപ്പിച്ചു? മനം കൊടുത്ത പെണ്ണിനെ മറന്ന് ഞാൻ മറ്റൊന്നും ചെയ്യില്ല. പൊന്നിയമ്മയ്ക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഞാൻ പുടവ കൊടുക്കില്ല. ഇത് സത്യം. ഞങ്ങളല്ല തമ്പുരാൻ, ഞങ്ങളുടെ പാമ്പ് അല്ല, ഒരു പാമ്പ് ഇതുവഴി ഓടി. അതിന് നോക്കിയപ്പോ 2 തമ്പുരാക്കന്മാർ ഇതിനെ ഓടി. ചാരന്മാർ, ചതിയന്മാർ.